ഫുട്ബോളിൽ നിന്ന് ഇസ്രയേലിനെ വിലക്കില്ലെന്ന് ഫിഫ പറയുന്നു. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫിഫയ്ക്ക് കഴിയില്ലെന്നും അധ്യക്ഷൻ ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞു. ഫിഫയുടെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുവെന്നാണ് നമ്മുടെ സ്പോർട്സ് ഡെസ്ക് പറയുന്നത്. അനിൽ വാസു തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഗസയിലെ കൂട്ടക്കൊലകൾ, കുട്ടികൾക്കടക്കമെതിരായുള്ള വലിയ വംശഹത്യ എന്നുള്ളതല്ല ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കണമെന്ന പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടത്. ഫുട്ബോൾ എക്സ്പേർട്സ് ആവട്ടെ, കളിക്കാരാവട്ടെ ഒക്കെ തന്നെ നേരിട്ട് രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഫിഫയ്ക്ക് മുന്നിൽ ഈ വിഷയം ചോദിച്ചപ്പോഴാണ് ഒരു തരത്തിലും ഇസ്രയേലിനെ വിലക്കാനാവില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഫിഫ പോകുന്നത്. അതായത് രാഷ്ട്രീയ കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ഫിഫയ്ക്കാവില്ല എന്ന തരത്തിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് ഫിഫ അധ്യക്ഷനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു മറുപടിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ യുക്രൈൻ യുദ്ധത്തിൽ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ വെറും 4 ദിവസം കൊണ്ടാണ് ഈ നടപടിയെടുത്തത്. അന്ന് അമേരിക്കയുടെ സമ്മർദ്ദം അടക്കമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്രയധികം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും കുട്ടികൾക്കെതിരെയും അടക്കം ആക്രമണം നടത്തിയിട്ട് പോലും ഒരു വിലക്കോ അല്ലെങ്കിൽ ഒരു നടപടിയോ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ ഫിഫ തയ്യാറാവാത്തത് എന്ന തരത്തിലുള്ള ചോദ്യമാണ് വരുന്നത്. ഇൻഫാന്റിനോ പറയുന്നത് ഇനി ലോകകപ്പിന് അവർ ജയിക്കുകയാണെങ്കിൽ, ലോകകപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ അവർക്ക് മത്സരിക്കാൻ അവസരം ഒരുക്കുമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ലോകകപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ തങ്ങൾ കളിക്കാൻ എത്തില്ല എന്നുള്ളത്. ഇനി സ്പെയിൻ്റെ അടക്കമുള്ള ടീമുകളുടെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷ ഉണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും, സ്പെയിൻ ലോകകപ്പിന് കളിക്കാൻ എത്തുമോ എന്നതിലടക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.